അതൊരനുഭവമാണ്. ആത്മസ്നാനം, കർത്താവ് നമ്മളെ ആത്മനദിയിലേക്ക് ഇറക്കുന്ന ദിവസം. സ്തോത്രം. എല്ലാ ദിവസവും ഇങ്ങനെ സ്നാനമല്ല, അതൊറ്റ പ്രാവശ്യം കൊണ്ട് നടക്കുന്നതാണ്. രണ്ടാമത്തതാണ് ആത്മമുദ്ര. സ്തോത്രം. അതെന്താ? ദൈവം നമ്മളെ അവകാശമാക്കി. ഇത് സ്വർഗത്തിന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളതിന് ദൈവം സീൽ ചെയ്തത് പരിശുദ്ധാത്മാവ് കൊണ്ടാണ്. ഫേസനങ്ങനെ പറയുന്നു, വീണ്ടെടുപ്പിൻ നാളിനായി നിന്നെ മുദ്രയിട്ടിരിക്കുക. ആ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളതാ പറഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ മുദ്ര വെച്ചു, സീലടിച്ചു. നമുക്കത് കാണാൻ പറ്റിയല്ല. ആത്മാവിന്റെ സീല് നമ്മുടെ മേലുണ്ട്. നിങ്ങൾ അടിയുറച്ച് വിശ്വസിച്ച ആ മുദ്രയുള്ളവനെ ദുഷ്ടം തൊടിയല്ല. ദൈവം അത് മുദ്ര വെച്ചു. മൂന്നാമത്തത് ആത്മാവിന്റെ അച്ചാരം. ഒരു ബിസിനസ് ഭാഷയാണ്. നമുക്കുറപ്പ് തരികയാണ്. ഒരു അച്ചാരം തരിക. അച്ചാരം തരിക എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബിസിനസ് തന്നെയാണ്. വണ്ടി കച്ചവടം നടന്നു കഴിഞ്ഞാൽ, വസ്തു കച്ചവടം നടന്നാൽ ആദ്യം അഡ്വാൻസ് കൊടുക്കും. അത് ഒരു മുദ്ര പേപ്പറിനകത്ത് എഴുതുകയോ അതൊക്കെ ചെയ്യണം. പക്ഷെ പണ്ട് കാലത്ത് അച്ചാരം കൊടുത്തുകൊണ്ടിരുന്നത് പൈസയല്ല, ആളുകളെയാണ്, വ്യക്തികളെയാണ്. എൻ്റെ ബൈബിളിൽ നിന്ന് തെളിവ് ഞാൻ പറയാം. യോസേപ്പിൻ മിസ്രൈമിൽ മന്ത്രിയായിരിക്കുന്ന സമയത്ത് സഹോദരന്മാർ കനാനിൽ നിന്ന് കാലിച്ചാക്കുമായിട്ട് അവിടെ ചെന്നു. യോസേപ്പിന് കണ്ടവഴി എല്ലാവരെയും പിടികിട്ടി. ആ കഥ നിങ്ങൾക്കറിയാം, സംഭവം നിങ്ങൾക്കറിയാം. പറഞ്ഞ് എല്ലാവരെയും ചേട്ടൻ മുതൽ അരിമരി ഇരുത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ പറയും. പെട്ടെന്ന് യോസേപ്പ് തിരിഞ്ഞിട്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളെ വിശ്വാസം വരുന്നില്ല, നിങ്ങൾ ഒറ്റുകാരാന്നൊരു സംശയം. അപ്പോൾ എൻ്റെ പൊന്നു യജമാനെ, ഒറ്റുകാരൊന്നുമല്ല. അങ്ങനെയല്ല. ഇത്രയും നേരം നല്ല വാക്ക് പറഞ്ഞിട്ട് പോകാൻ നേരത്ത് വേണ്ടാത്ത പറയരുത്. ഒറ്റുകാരല്ല, ഞങ്ങളുടെ ഒരു അപ്പൻ്റെ മക്കളാണ്. അങ്ങനെ ഒരുത്തനുണ്ടായിരുന്നു, അവനെ ശ്രോത്രം കാട്ടുമൃഗം കടിച്ചു തിന്നു. ഇനി ഒരുത്തനുണ്ട്, അവനെ അപ്പനെ നോക്കാൻ വീട്ടിൽ നിർത്തിയിരിക്കുക, ബെന്യാമീനെ. അപ്പൊ യോസേപ്പ് പറഞ്ഞു, യോസേപ്പിനെല്ലാം അറിയാം ബെന്യാമീനെ ഇവിടെ വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് യോസേപ്പ് ചെയ്യുന്നത്. അപ്പൊ യോസേപ്പ് പറഞ്ഞു, എനിക്കത് വിശ്വാസമില്ല. അങ്ങനെ ഒരു മോൻ, ഒരു ബ്രദർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവനെ ഇവിടെ കൊണ്ടുവരണം. അപ്പൊ ഇവര് ചേട്ടന്മാർ ഒരു അതിനെന്താ, അടുത്ത പ്രാവശ്യം റേഷൻ മേടിക്കാൻ വരുമ്പോ ഞങ്ങൾ കൊണ്ടുവരാം. യോസേപ്പ് പറഞ്ഞു, അങ്ങനെ പറ്റിയല്ല, നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമെന്ന് തന്നെ ഉറപ്പ്. അതുകൊണ്ട് നിങ്ങൾ ബെന്യാമീനെ ഇവിടെ കൊണ്ടുവരുന്നവരെയും ഒരുത്തൻ ഇവിടെ അച്ചാരം നിൽക്കണം. അച്ചാരം എന്നൊരു വാക്ക് അവിടെ ഇല്ല, പക്ഷേ അതിന് ഗ്യാരണ്ടി, ഉറപ്പ്, ഒരുത്തൻ ഇവിടെ നിൽക്കണം. അങ്ങനെ ശിമയോനെ പിടിച്ചവിടെ നിർത്തി. ശിമയോൻ ഇനി പോണമെങ്കിൽ ബെന്യാമീൻ വരണം. അവനെ അച്ചാരം നിർത്തിയിരിക്കുക. സ്തോത്രം. ഇതുപോലെ യേശുക്രിസ്തു പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ വരും. എനിക്കതിന്, നിങ്ങൾക്ക് അതിനകത്ത് ഉറപ്പ് കുറവുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങളിൽ ഒരാളെ ഇവിടെ അച്ചാരം നിർത്താം. മീഖായേലിനെ ഗബ്രിയേലിനെ അല്ല, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അതിൽ പരിശുദ്ധാത്മാവിനെ ഇവിടെ അച്ചാരം നിർത്തി, സഭയ്ക്ക് വേണ്ടി അച്ചാരം നിർത്തി. ഇനി പരിശുദ്ധാത്മാവിന് ഇവിടെ നിന്ന് പോകണമെങ്കിൽ യേശു വരണം. വരാതെ പോകുകയല്ല. ആരൊക്കെ പറഞ്ഞാലും, ഇവിടെ ഭരണം മാറിയാലും, ഇവിടെ സഭയെ ചുട്ടുകൊന്നാലും വെട്ടിക്കൊന്നാലും എന്തൊക്കെ ചെയ്താലും, ദൈവാത്മാവ് ഭാരതത്തിൽ നിന്ന് പോകണമെങ്കിൽ, ലോകത്തിൽ നിന്ന് പോകണമെങ്കിൽ യേശു മടങ്ങി വരണം. അല്ലാതെ പോവുകയല്ല. ആരൊക്കെ പറഞ്ഞാലും, ചൂരെടുത്തടിച്ചാലും, ഹോമം നടത്തിയാലും, മന്ത്രവാദം നടത്തിയാലും, ഇവിടെ ഭരണം മാറിയാലും, എന്തൊക്കെ ചെയ്താലും പരിശുദ്ധാത്മാവ് പോണോ, യേശു മടങ്ങി വരണം. ഓ ജീസസ്, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതാണ് അച്ചാരം. അങ്ങനെ ഇത് മൂന്നും ഒരു വൺ ടൈം ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. എന്നാൽ അടുത്ത മൂന്നെണ്ണം ആത്മനിറവ്. നമ്മൾ സാധാരണ പൊതുവിൽ മലയാളികൾ ചോദിച്ച് ശീലിച്ചത് അഭിഷേകം പ്രാപിച്ചാണോ എന്നാ. അഭിഷേകം പ്രാപിച്ചാണോ ചോദിച്ചാൽ എൻ്റെ ഉദ്ദേശം എന്നാ, പെണ്ണ് കാണാൻ പോകുമ്പോൾ പണ്ട് പറയാറുണ്ട്. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല, IELTS പാസ്സായെന്ന് ചോദിച്ചാൽ മതി എന്ന് അമ്മ പറഞ്ഞു വിടുന്നത്. പിന്നെ അതുണ്ടെങ്കിൽ പിന്നെ അവൻ ഞാൻ രക്ഷപ്പെടുമല്ലോ, വേറൊന്നും ചോദിക്കണ്ടെന്ന്. പണ്ട് അങ്ങനെയല്ല, പണ്ടമ്മ പറഞ്ഞു വിടുമായിരുന്നു, മോനെ പ്രത്യേകം കൊച്ചിനോട് ചോദിക്കണം അഭിഷേകം പ്രാപിച്ചാണോ എന്ന്. അഭിഷേകം പ്രാപിച്ചാണോ എന്ന് അമ്മ ചോദിച്ചതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അന്യഭാഷ പറയുമോ എന്നാണ്
അമ്മയുടെ പരമാർത്ഥ ഹൃദയത്തിന് അന്വേഷണം. പക്ഷേ നിങ്ങളതിനെ റൈറ്റ് വഴി പഠിക്കണം. അഭിഷേകം വേറെ, ആത്മനിറവ് വേറെ. ആത്മനിറവുണ്ടാകുമ്പോൾ അന്യഭാഷ പറയും. മാളിക മുറിയിൽ അവൻ ആത്മാവിൽ നിറഞ്ഞു. നിറഞ്ഞപ്പോൾ അന്യഭാഷ പറയാൻ തുടങ്ങി. സ്തോത്രം. അന്യഭാഷ പറയാൻ തുടങ്ങി. അപ്പൊ നമുക്ക് അന്യഭാഷ പറയാന്ന് പറഞ്ഞാൽ എന്താ? ഒരു കോളേജിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടിയതുപോലെയാ. ആത്മാവിൽ നിറഞ്ഞു. അപ്പൊ നിനക്ക് ദൈവസഭ എന്ന ഈ വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിനക്ക് പ്രവേശനം കിട്ടി. ഇനി നിനക്ക് ഇതിനകത്ത് കൃപാവരം പ്രാപിക്കുകയോ പാസ്റ്റർ ആകുകയോ സഭ സ്ഥാപിക്കുകയോ അതിനൊക്കെ ഉള്ള ഒരു അനുവാദമാണ് ആത്മനിറവിലൂടെ കിട്ടിയത്. അപ്പോസ്തല പ്രവൃത്തിയിൽ അന്യഭാഷ പറഞ്ഞു തുടങ്ങിയവരാണ് പിന്നെ ബാക്കി എല്ലാം ചെയ്തത്. അന്യഭാഷ പറഞ്ഞ് നിർത്തി എന്നല്ല, തുടങ്ങിയെന്ന് എഴുതിയിരിക്കുന്നത്. അവിടെ നിന്നാ ബാക്കി എല്ലാം നടന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിറവ് ഒറ്റ പ്രാവശ്യം കൊണ്ടല്ല, നിറവ് ഇങ്ങനെ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും. തെളിവ് ഞാൻ പറയാം, തെളിവ് തരാം. തിയോളജിയോ അല്ലെങ്കിൽ വ്യാഖ്യാനമോ അല്ല, ബൈബിളിലെ തെളിവ് പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലാണല്ലോ 120 പേർ ഒരുമിച്ചിരിക്കുമ്പോൾ അവരെ ഓരോരുത്തരെ നിറച്ചത്. 2-ാം അധ്യായത്തിലാണ്. ഇനി 4-ന്റെ 8 വായിച്ചേ. 2-ാം അധ്യായം വായിക്കണ്ട, നിങ്ങൾക്കറിയാം. 4-ന്റെ 8 വായിച്ചേ. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് സ്തോത്രം. നോക്കേ, പത്രോസ് അവിടെ എന്തെഴുതിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് എന്നാണോ? നോക്കിയേ, അങ്ങനെയാണോ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന പത്രോസ് എന്നാണോ? അല്ല, പിന്നെ അപ്പൊ നടന്ന കാര്യം. പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എവിടെ വെച്ചാന്നറിയാമോ? ഇത് യഹൂദന്റെ മതകോടതിക്കകത്ത് ഒരു പ്രതിയായി പിടിച്ചോണ്ട് വന്ന് വിസ്തരിക്കുകയാണ്. 4-ാം അധ്യായത്തിനകത്തെ ആ പാരഗ്രാഫ്. കാരണം സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കലിരുന്ന മുടന്തനായ മനുഷ്യനെ വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ് അവന്റെ കയ്യെ കയറി പിടിച്ച് എഴുന്നേപ്പിക്ക്. അവൻ കുതിച്ചു ചാടി പള്ളിക്കകത്ത് കയറി, ആലയത്തിനകത്ത് കയറി. അവൻ തുള്ളിച്ചാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. യഹൂദന്മാരെ ഞെട്ടിപ്പിച്ചു. അവര് വിചാരിച്ചു യേശുവിനെ ക്രൂശിച്ചതോടുകൂടി തലവേദന തീർന്നു, അവൻ തീർന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നതോടുകൂടെ യേശു അല്ല, സ്തോത്രം, മുക്കിന് ആത്മാവ് നിറഞ്ഞവനെല്ലാം യേശു ചെയ്തതിനൊക്കെ വലിയ ചെയ്യാൻ തുടങ്ങി. സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അവരോർത്തു യേശു പോയപ്പോൾ അത്ഭുതം തീർന്നു, അടയാളം തീർന്നു. പക്ഷെ ആത്മാവ് വന്നപ്പോൾ ആത്മാവ് എല്ലാരെ കൊണ്ടും ജയിപ്പിക്കാൻ തുടങ്ങി. ഇപ്പോൾ യഹൂദന്മാർ ഞെട്ടി. മഹാപുരോഹിത സംഘം അഥവാ സെന്നത്രിയും സംഘത്തിന്റെ സകല ആളുകളും ഒന്നിച്ചു കൂടി. മതകോടതിയിലെ ഫുൾ ബെഞ്ച് അവിടെ എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിത വൃന്ദത്തിലെ സകലരും ഒരുമിച്ച് വന്നു. പത്രോസിനെയും യോഹന്നാനെയും പ്രതിക്കൂട്ടി നിർത്തിയിരിക്കുക. അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്: ഏത് ശക്തി കൊണ്ടാണ് നിങ്ങളിത് ചെയ്യുന്നത്? അപ്പൊ അവർക്ക് മനസ്സിലായി ഇത് ചെയ്തത് കൺകെട്ടല്ല, ഏതോ ശക്തിയാണ്. സ്തോത്രം. അവരുടെ പള്ളിമുറ്റത്തിരുന്ന് ഭിക്ഷ യാചിച്ചവനെ കാല് നിവർത്തി പള്ളിക്കകത്ത് കയറ്റി ആരാധിപ്പിച്ചെങ്കിൽ ഇവരിൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. നന്ദി യേശുവേ, നന്ദി പരിശുദ്ധാത്മാവേ. ആ ശക്തിയാണ് ഇന്നും അത്ഭുതം ചെയ്യുന്നത്. ആ ശക്തിയാണ് ഇന്ന് സഭയെ വളർത്തുന്നത്. ജീസസ്, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. ദൈവശക്തിക്കായി സ്തോത്രം. നിങ്ങൾ കേട്ടെ, പെട്ടെന്ന് ചോദ്യം വന്ന മാത്രയിൽ അവിടെ നമ്മൾ വായിച്ചു 8-ാം വാക്യത്തിൽ പത്രോസ് അഥവാ പ്രതിയായി നിൽക്കുന്ന, കുറ്റവാളിയായി കൊണ്ട് നിർത്തിയിരിക്കുന്ന
കോടതി മുറിക്കകത്ത് ജഡ്ജിമാരുടെ മുമ്പിൽ വെച്ച് പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. 2-ാം അധ്യായത്തിനകത്ത് നിറയാൻ പത്രോസ് ഉണ്ടായിരുന്നല്ലോ. 2-ൽ നിറഞ്ഞ പുള്ളിയാണ്. പുള്ളി 4-ൽ പിന്നെ നിറഞ്ഞു. എല്ലാരും നിറയട്ടെ, എല്ലാരും നിറയട്ടെ, ആത്മാവിൽ നിറയട്ടെ. ഇന്നലെ നിറഞ്ഞവൻ, 5 കൊല്ലം മുമ്പ് നിറഞ്ഞവൻ, 10 കൊല്ലം മുമ്പ് നിറഞ്ഞവൻ, പാരമ്പര്യം വന്ന ഇതിന് വിഷയമല്ല. ഇന്ന് പുതിയ നിറവ്, ഓരോ കൂടിവരവിനും പുതിയ നിറവ്. നീ പ്രശ്നത്തിലാകുമ്പോൾ അവിടെ നിന്നെ നിറയ്ക്കും. അപ്പൊ ആരും പറയാതെ കോടതിക്കകത്ത് വെച്ച് നിറഞ്ഞു. എവിടെ വെച്ചാണെങ്കിലും, പരീക്ഷാ ഹാളിൽ വെച്ച് ദൈവം നിറയ്ക്കുവാണെങ്കിലും ഓർത്തു നോക്കി. ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ വെച്ച് ഓർത്തു, എവിടെ വെച്ചു ആത്മാവ് നിറയ്ക്കുന്നു, എവിടെ വെച്ച് നിറയ്ക്കും. നിറഞ്ഞതോടുകൂടി കോടതി ഞെട്ടിപ്പോയി. സ്തോത്രം. പിന്നെ പറഞ്ഞത് പത്രോസ് അല്ല. പിന്നെ ബാക്കി ഭാഗം നോക്കി. പിന്നെ അതിന്റെ അനന്തര ഫലം എഴുതിയത് ഇങ്ങനെയാണ്: അവർക്ക് കോടതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെയായി. അധികാരമുണ്ട്, പക്ഷെ ചലിക്കാൻ പറ്റാതെയായി. ദൈവം പറയുന്നു, കോടതിക്ക് അധികാരമുണ്ട്, മഹാപുരോഹിതന് അധികാരമുണ്ട്, പക്ഷെ ആത്മാവ് നിറയ്ക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതെയായ. അതുപോലത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം, ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. ഇന്ത്യയിൽ അവിടെ ഇവിടെയായി അങ്ങനെ ഒരു മൂവ്മെന്റ് ഉണ്ടാകണം. നിറയുന്നവരെ എന്റെ ദൈവം ഉയർത്തിക്കൊണ്ടുവരണം. തടസ്സങ്ങൾ മാറാൻ, ഉത്തരം മുട്ടിച്ച ചോദ്യങ്ങൾ, നിന്നെ ബന്ധിക്കാൻ നോക്കിയ ബന്ധനങ്ങൾ, നിന്റെ വിവാഹം നടക്കാത്തത്, നിന്റെ വഴി തുറക്കാത്തത്, അത് മുഴുവൻ ഇന്ന് പൊട്ടണോ. ഇവിടെ നിറയുന്നവനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങുക. അവന്റെ ഭാവി തെളിഞ്ഞു വരികയോ, അവന്റെ ശുശ്രൂഷ തെളിഞ്ഞു വരികയോ. ഇവിടെ തീർക്കുമെന്ന് പറയുന്ന വെല്ലുവിളികളുടെ യേശുവിന്റെ നാമത്തിൽ ജയം, നിറവിൽ ജയം. Holy Spirit. Dudalara kambalara shabadagadam powdaladam taladam ramsanagam samdalada turabala chibalagada sikana satare tulabalabaraba samdalaragada tarshamanam raganam dharayam shaganam proudam നിറയട്ടെ. ഓരോരുത്തരുടെ മേൽ പതിഞ്ഞെന്ന വാക്യം ഇന്ന് രാത്രി ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ മേൽ പതിയട്ടെ. ദൈവം നിറയ്ക്കട്ടെ. വന്നത് വെറുതെയാകില്ല. കാര്യം സാധിക്കാൻ, തടസ്സങ്ങൾ മാറാൻ, കരിങ്കൽ ഭിത്തികൾ ഇടിയുന്നത് പോലെ ദൈവം നിറച്ചു വിടട്ടെ.
നിറച്ചുവിടട്ടെ, നിറച്ചുവിടട്ടെ. ഓരോരുത്തരെ ദൈവം നിറയ്ക്കട്ടെ, ഇവിടെ നിറയ്ക്കട്ടെ, നിറയ്ക്കട്ടെ, ഇവിടെ നിറയ്ക്കട്ടെ, ഇവിടെ. നിനക്ക് പുതിയതൊന്ന് ചെയ്യാനുണ്ട്, പുതിയതൊന്ന് ചെയ്യാനുണ്ട്. പരിശുദ്ധാത്മാവിനാൽ മാത്രം, പരിശുദ്ധാത്മാവിന്റെ നിറവ് കൊണ്ട് ചില കോട്ടകൾ ഇടിക്കാനുണ്ട്. ഇടിയട്ടയാള്, ഇടിയട്ടയാള്, ഇടിയട്ടയാള്. ഇടിയട്ടയാള്. യേശുവിന്റെ നാമത്തിൽ ആത്മാവ് നിറഞ്ഞേ പോകാവൂ, ആത്മാവ് നിറഞ്ഞേ പോകാവൂ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. സകല ബാധകളും അതിന്റെ ദുരിതങ്ങളും ഇന്ന് രാത്രി നിറഞ്ഞവർക്കായി വലിയവ ചെയ്യാൻ, വലിയവ ചെയ്യാൻ, വലിയവ ചെയ്യാൻ. ചെയ്തു പോകുന്നതല്ല, ദൈവാത്മാവ് കണ്ടത് ചെയ്യാൻ ഇന്ന് രാത്രി പുതിയൊരു നിറവ്. നിറഞ്ഞുവാ, 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 നിറഞ്ഞുവാ. ഈ നിറവിൽ, ഈ നിറവിൽ വലിയൊരു ശുശ്രൂഷയുണ്ട്. ഈ നിറവിൽ വലിയൊരു കയറ്റമുണ്ട്, കയറ്റമുണ്ട്. കോണിപ്പടി ചവിട്ടി കയറുന്നത് പോലെ കേറിവാ, നിറഞ്ഞ കേറിവാ, പൊങ്ങിവാ. പരിശുദ്ധാത്മാവേ, 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 കാര്യം നടത്തട്ടെ, കാര്യം നടത്തട്ടെ, കാര്യം നടത്തട്ടെ. ദൈവം ചില കാര്യം, നിന്റെ മേൽ ചില കാര്യം ദൈവത്തിന് നടത്താനുണ്ട്. അതിന്റെ നിറവിന്ന് രാത്രി വരട്ടെ. ദൈവമേ, സ്വർഗമേ, യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ സ്വർഗം ചില ഉടാരവശി ഹടകജരാദിയ പന്തല് കെട്ടി മാനിക്കുന്നത് പോലെ, പന്തല് കെട്ടി മാനിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ നടക്കാനുണ്ട്. അതൊരു മുറിക്കകത്ത് വെച്ചല്ല, അതൊരു മുറിക്കകത്ത് വെച്ചല്ല, വലിയ ആൾക്കൂട്ടത്തിന് ഇടയിൽ വെച്ച് നിന്നിൽ ചിലത് നിറവേറാൻ ദൈവം ഇന്ന് നിറച്ചു വിടുകയാ. ഓ റാബ ശിഖാന, നിറഞ്ഞോ, 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 നിറഞ്ഞോ. തുരകം പൗഡലരകനോ. ദൈവം നിറക്കട്ടെ ഈ ദിവസങ്ങളിൽ. ചോദ്യം ചെയ്യുന്നവരുടെ നടുവിൽ വാക്കുകൊണ്ടല്ല, പ്രവർത്തി കൊണ്ട് ഉത്തരമിടാൻ എന്റെ ദൈവം ശക്തനെന്ന് ഈ ജനത്തിന്റെ നടുവിൽ വെച്ച് പരിശുദ്ധാത്മാവ് ആലോചന പറയുക. വാക്കുകൊണ്ടല്ല, പ്രവർത്തി കൊണ്ട് മറുപടി. ദൈവം അത് ചെയ്യട്ടെ. അപ്പ പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്തേ. ഒരു 5-6 മിനിറ്റ് അവിടെ കേൾക്കണം. സ്തോത്രം. കോടതിക്കകത്ത് വെച്ച് ചോദ്യം വന്നപ്പോൾ നിറച്ചു. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവസാനം ഒരു ധാരണ എത്തിയത് ഇങ്ങനെയാണ്. കോടതി പ്രധാനികൾ പുറത്തേക്ക് ഇറങ്ങിയെന്ന് കൂടി ആലോചിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, അകത്തിടുന്നില്ല, പക്ഷേ 2 ഡിമാൻഡ് എഴുതി വെച്ചിട്ട് പോകണം. ഒന്ന്, ഈ നാമത്തിൽ മേലിൽ ഈ പട്ടണത്തിൽ മിണ്ടിപ്പോകരുത്. ഏത്? യേശുവിൻ്റെ നാമത്തിൽ. 2, ഈ ശക്തി മേലിൽ ഉപയോഗിക്കരുത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ എന്നാ സാവാ? സ്തോത്രം. മനസ്സിലായി? പരിശുദ്ധാത്മാവിനെ ഉപയോഗിക്കുകയും ചെയ്യരുത്, യേശുവിൻ്റെ നാമം മിണ്ടുകയും ചെയ്യരുത്. ഞാനൊരു കാര്യം കണ്ണ് തുറക്കാൻ വേണ്ടി പറയാം. വാസ്തവത്തിൽ ക്രിസ്തു മതത്തിന് എന്താ പറ്റി? ഇതല്ല പറ്റി. യേശുവിൻ്റെ നാമം ഉപയോഗിക്കുകയില്ല, പരിശുദ്ധാത്മാവില്ല, ബാക്കി എല്ലാ പരിപാടിയുണ്ട്. ബൈബിളുണ്ട്, പെരുന്നാളുണ്ട്, കുടയുണ്ട്, കുരിച്ചുണ്ട്, എല്ലാം ഉണ്ട്. ഈ 2 സൂത്രം ഇല്ല. സഭയുടെ പ്രത്യേകത എന്താ? വേറെ ഒന്നുമില്ല, ഇത് 2 ഉള്ളൂ. ഇത് 2 ഇല്ലെങ്കിൽ സഭ സഭയല്ല. വേറെ എന്തൊക്കെ ഉണ്ടെങ്കിലും സഭ സഭയല്ല. സ്തോത്രം. ഏതെങ്കിലും കാലത്ത് ഇത് ഓൺലൈനിൽ കടന്ന് ആരെങ്കിലും കേൾക്കട്ടെ, അവർക്ക് വേണ്ടി പറയാം. ഇന്നിപ്പോ ഇതിനകത്ത് എത്ര പേരുണ്ട് എനിക്കറിയില്ല, പക്ഷെ എന്തെങ്കിലും കറങ്ങിച്ചിട്ട് കേൾക്കട്ടെ. നിങ്ങളുടെ സ്തോത്രം, നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത്
യേശു എന്ന വാക്ക്, ആ നാമം ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം പോലും പറയുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരിക്കൽ പോലും അവിടെ വ്യാപരിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടോളണം. അത് സഭയല്ല. ഒന്നാം നൂറ്റാണ്ടിൽ സഭയുടെ മുളയെടുത്തു വരുന്ന സമയത്ത് അന്ന് കയറി പൂട്ടാൻ നോക്കിയതാണ് മതകോടതി. യഹൂദനെ കയ്യിലെടുത്തോണ്ട് സാത്താൻ പറഞ്ഞു, അവർ ഈ നാട്ടിൽ കൂടെ നടന്നോട്ടെ, അതിനൊന്നും നമുക്ക് പണക്കമില്ല, അവർ യോഗം നടത്തിക്കോട്ടെ, പക്ഷെ യേശുവിൻ്റെ നാമവും പരിശുദ്ധാത്മാവും മാത്രം ഉപയോഗിക്കരുതെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് പറഞ്ഞു. പക്ഷെ അവിടെ വെച്ചൊന്നും പറയാൻ പറ്റാത്തതിൻ്റെ പേരിൽ പത്രോസ് യോഹന്നാൻ അത് കേട്ടിട്ട് തിരിച്ചിങ്ങ് വന്നു. തിരിച്ചു വന്നിട്ട് നേരെ വീട്ടിൽ പോയില്ല. 4-ാം അധ്യായത്തിൻ്റെ അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: വിട്ടയച്ച ശേഷം, 21 എനിക്ക് തോന്നുന്നു, 21 23 കണ്ടും, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്ക ചെന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു പാരഗ്രാഫ് ആരംഭിക്കുന്നത്. കണ്ടോ? ഏതാ വാക്യം? 23-ാം വാക്യം ആരംഭിക്കുക. അവർ വിട്ടയച്ചു, കൊന്നില്ല, അകത്തിട്ടില്ല, വിട്ടയച്ചു, എഴുതി വെച്ചിട്ട് പൊക്കളാൻ പറഞ്ഞു. അവിടെ വെച്ച് അവർ മിണ്ടിയിൽ അങ്ങ് പോകുന്നു. കൂട്ടാളികളുടെ അടുക്ക ചെന്നിട്ട് പറഞ്ഞു, അവരോട് ചെയ്തതും പറഞ്ഞതെല്ലാം പറഞ്ഞു. അപ്പൊ അവരെല്ലാം കൂടി ആദ്യം എന്ത് ചെയ്തു? ഒരുമനപ്പെട്ടിട്ട് ആദ്യം ഇത് കേട്ടപ്പോ എല്ലാരും നിലവിളിച്ചു. നിലവിളിക്കാൻ കാരണം എന്താ? ഇത് രണ്ടും ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? അതുകൊണ്ട് അവർ നിലവിളിച്ചു. കുറച്ചു നേരം നിലവിളിച്ചു. പക്ഷെ അവർക്ക് മനസ്സിലായി നിലവിളിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. ഞാൻ നിങ്ങളോടും പറയാം, നിങ്ങൾക്കൊരു വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ കുറെ നേരം നിലവിളിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടുകയല്ല. നിലവിളിച്ചു തുടങ്ങി, പക്ഷെ നിലവിളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഏതോ ഒരു മനുഷ്യനൊരു വാക്യം കണ്ടുപിടിച്ചു. ആ വാക്യം അവിടെ കൊട്ടേഷനകത്തിട്ടിരിക്കുന്നത്: ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നതും. എന്ത് പിന്നെ? ആ ആ ആ ആ നോക്കണേ, കരയുന്നതിനിടയിൽ പഴയ നിയമത്തിൽ വാക്യം കണ്ടുപിടിച്ചിട്ട് ആ വാക്യം അവര് നിലവിളിക്കുന്നതിനിടെ പറഞ്ഞു. ഇതൊരു മോഡൽ പ്രയർ ആട്ടോ. നമ്മ ജീവിതം കരഞ്ഞു തീർക്കരുത്. സ്തോത്രം. എനിക്ക് സമാധാനം ഇല്ല, എനിക്ക് കാശില്ല, വാടക വീട്ടിലാണെന്ന് പറഞ്ഞ് കരഞ്ഞു തീർക്കരുത്. തുടക്കത്തിൽ കരച്ചിലൊക്കെ നല്ലതാ, പക്ഷെ കരഞ്ഞു തുടങ്ങി കരച്ചിൽ തീർക്കരുത്. അതല്ല പ്രാർത്ഥന. എല്ലാ ഞായറാഴ്ചയും കരച്ചിലിൽ തുടങ്ങും, കരച്ചിലിൽ തീർക്കും. അതുകൊണ്ട് എന്നാ ഗുണം? പക്ഷെ പല വിഷയവും കരച്ചിലാ തുടങ്ങിയത്. പക്ഷെ പരിശുദ്ധാത്മാവുള്ളവൻ കരഞ്ഞ് തീർക്കുകയല്ല, കരയുന്നതിനിടയിൽ വചനം വെളിപ്പെട്ടു. അതിന് പറ്റിയ ഒരു വചനം വെളിപ്പെട്ടു. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവര് ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ വാക്യം എത്രയാ? 31 നോക്കിയേ. 31-ാം വാക്യം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അടുത്ത വാക്ക്, എല്ലാവരും പിന്നെ നിറഞ്ഞു. സ്തോത്രം. നോക്കിയേ, 2-ൽ നിറഞ്ഞോരാ, 4-8 നിറഞ്ഞോരാ, അവര് 31 കയറിയപ്പോ പിന്നെ നിറഞ്ഞു. അപ്പൊ നിറവ് ഒരു പ്രാവശ്യം കൊണ്ട് നിൽക്കുകയല്ല, ഇത് പ്രാർത്ഥിക്കും തോറും നിറയും. നിനക്കെതിരെ വിഷയം വരുന്തോറും നിറയും. നിനക്കെതിരെ കള്ളക്കേസ് കൊടുക്കുന്നതോറും നിറയും. നിനക്കെതിരെ കുറ്റം പറയുന്നതോറും നിറയും. നീ വേറൊന്നിനും പോകരുത്. ഈ വിഷയം വരുമ്പോഴൊക്കെ നിറയാൻ വിട്ടുകൊടുത്തേക്കണോ? ഹോളി സ്പിരിറ്റ്. ഇവിടെ നിൽക്കുകയല്ല ഇത്. 21 കൊണ്ട് നിൽക്കുകയല്ല. ഇനിയും നിങ്ങൾ ഇരിക്കേണ്ട വരും. നിറയാൻ തുടങ്ങി. ഇത് നിൽക്കുകയല്ല. ഇത് വലിയ കൂട്ടത്തെ കൊലയോടെ പറിച്ചെടുക്കുന്നത് പോലെ വേരോടെ പറിച്ചെടുക്കാൻ ദൈവാത്മാവ് ആത്മപ്രേരണ തരികയോ. സുഖാന ശഖാന ശംദര റിവനദന ഹഡഗജന സത്തേരിയ ഷഗേനിയ സംദലരഗജന ഭൗഡാദലചസ്
യെസ്. ധീരതല ധീരതല ശമനാരക ശംദനരക ശംദനരക. നന്ദി രാജാവേ, നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ, ദൈവശക്തിയോടെ വ്യാപരിക്കട്ടെ, നിറയട്ടെ. എല്ലാ പാത്രങ്ങളും നിറയട്ടെ, എല്ലാ ദൈവമക്കളും നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ ഇടിച്ചെടുത്ത തെളിഞ്ഞ ഒലിവെണ്ണയാൽ നിലവിളക്ക് മുങ്ങുന്നത് പോലെ, നിറയുന്നത് പോലെ ഇന്നിവിടെ നിറയട്ടെ. ശംദലരം ധലരക ദുരിവര വക്ഷമരം ധേരേ തേരാദ ശമനഗര ഉടബത്തുരകം ശമനം ധരയം. നിറയുമ്പോൾ പുതുഭാഷകൾ, പുതിയ ശക്തി, ഇതെല്ലാം നിന്നിൽ പകർന്നുകൊണ്ടിരിക്കുക. നിറയുന്നവർക്കായി സ്തോത്രം. ക്രമാന ശിഖാന സംദന ധീരദർശ